വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യാ പ്രേരണ കേസിൽ IC ബാലകൃഷ്ണൻ MLAക്ക് മുൻകൂർ ജാമ്യം. DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, മുൻ DCC ട്രഷറർ KK ഗോപിനാഥൻ എന്നിവർക്കും മുൻകൂർ ജാമ്യം ലഭിച്ചു. കർശന ഉപാധികളോടെയാണ് കൽപ്പറ്റ ജില്ലാ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. താൻ നിരപരാധിയാണെന്നായിരുന്നു IC ബാലകൃഷ്ണന്റെ പ്രതികരണം. IC ബാലകൃഷ്ണൻ ഉൾപ്പെടെ 4 പേർക്കെതിരെയാണ് ആത്മഹത്യാ പ്രേരണയ്ക്ക് ഈ മാസം 9-ന് പോലീസ് കേസെടുത്തത്. പ്രതിയായതിനു പിന്നാലെ MLA ഉൾപ്പെടെ 3 പേരും ഒളിവിലായിരുന്നു. എന്നാൽ IC ബാലകൃഷ്ണൻ MLA ഇന്നലെ നിയമസഭയിൽ എത്തിയിരുന്നു. ചോദ്യം ചെയ്യലിനായി അന്വേഷണ ഏജൻസിക്ക് മുൻപാകെ ഹാജരാകണം. 2 ദിവസം വാദം കേട്ട ശേഷമാണ് കോടതി ജാമ്യം നൽകിയത്. NM വിജയന്റെ കത്ത് മരണമൊഴിയായി കണക്കാക്കി 3 പേർക്കും ജാമ്യം അനുവദിക്കരുതെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ ജയപ്രമോദ് വാദിച്ചു. ജാമ്യം ലഭിച്ചാൽ ഇവർ സാക്ഷികളെ സ്വാധീനിക്കാൻ ഇടയുണ്ടെന്നും കോടതിയെ അറിയിച്ചു. എന്നാൽ ഈ വാദം തള്ളിയാണ് കോടതി ജാമ്യം അനുവദിച്ചത്. സാക്ഷികളെ സ്വാധീനിക്കരുത് തുടങ്ങിയ നിബന്ധനകളോടെയാണ് ജാമ്യം നൽകിയത്. ആന്റിസിപ്പേറ്ററി ബെയിൽ അലൗഡ് പറഞ്ഞോളൂ. അപ്പച്ചന് വേണ്ടി മാത്രമാണ് ആദ്യം പറഞ്ഞത്. പക്ഷേ 3 പേർക്കും ബാധകമാണ്. കോമൺ ജഡ്ജ്മെന്റ് ആണ്. താൻ ഒളിവിൽ പോയിട്ടില്ലെന്നും വിവാദത്തെ രാഷ്ട്രീയമായി മാറ്റാനുള്ള നീക്കമുണ്ടായെന്നുമായിരുന്നു IC ബാലകൃഷ്ണന്റെ പ്രതികരണം. ഇല്ല, ഞാൻ ഒളിവിൽ പോയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ അന്ന്, ഞാൻ തികച്ചൊരു ദൈവവിശ്വാസിയാണ്. എന്നെക്കുറിച്ച് നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാം, എവിടെയും അന്വേഷിച്ചാൽ നല്ലൊരു ദൈവവിശ്വാസിയാണ് ഞാൻ. എൻ്റെ മനസ്സൊരു പ്രയാസമുണ്ടാകുമ്പോൾ എനിക്ക് സാങ്കേതികമായ തടസ്സങ്ങളുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ക്ഷേത്ര ദർശനത്തിന് പോകാറുണ്ട്. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടൊപ്പം പോകാറുണ്ട്. അത്തരത്തിലൊരു യാത്ര ചെയ്തതാണ്, അല്ലാതെ ഒളിവിൽ പോയതാണ്. ഞാൻ ഇന്നലെ നിയമസഭയിൽ വരേണ്ട കാര്യമുണ്ട്. യഥാർത്ഥത്തിൽ ഇതൊരു രാഷ്ട്രീയമാക്കി മാറ്റി എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. കേസ് പൂർണ്ണമായും എഴുതിത്തള്ളാൻ ഹൈക്കോടതിയെ സമീപിക്കാനാണ് കോൺഗ്രസ് നേതാക്കളുടെ തീരുമാനം. യഥാർത്ഥ വസ്തുതകളെ മറച്ചുവെച്ചുകൊണ്ട് ഈ കേസിൽ യഥാർത്ഥ പ്രതികളുണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ട് IC ബാലകൃഷ്ണനെ കുറ്റവാളിയാക്കി പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ ഗൂഢാലോചനയാണ് നടന്നിട്ടുള്ളത്. അതാണ് ഇന്ന് കോടതിയുടെ മുമ്പാകെ തകർന്നടിഞ്ഞു പോയിട്ടുള്ളത്. ഡിസംബർ 24-നാണ് DCC ട്രഷറായിരുന്ന NM വിജയനെയും മകൻ ജിജേഷിനെയും വിഷം കഴിച്ച് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 27-ന് ഇരുവരും മരിച്ചു. 10 ദിവസത്തിനു ശേഷമാണ് ആത്മഹത്യാക്കുറിപ്പ് പുറത്തുവന്നത്. IC ബാലകൃഷ്ണൻ, ND അപ്പച്ചൻ, KK ഗോപിനാഥൻ, PV ബാലചന്ദ്രൻ എന്നിവരാണ് മരണത്തിന് കാരണക്കാരെന്നാണ് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. നിലവിൽ ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുന്നത്. ന്യൂസ് മലയാളം, വയനാട്.